ഹായ് ഹലോ നമസ്കാരം. തിങ്ക് ആൻഡ് വിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. തിങ്ക് ആൻഡ് വിന്ന് ഇപ്പം ഫിഫ ലഹരിയിലാണ്. തിങ്ക് ആൻഡ് വിന്ന് മാത്രമല്ല, എല്ലാവരും ഫിഫ ലഹരിയിലാണ്. നമുക്ക് ഇത്തിരി അത്തരം ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഇത്തിരി ചോദ്യം, ഒത്തിരി സമ്മാനം. എനിവേ റെഡി. നമ്മൾ സെക്കൻഡ് ഡേയിലെ നമ്മുടെ ഒരു ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചേച്ചി പേര് നേരത്തെ തന്നെ ഓടിച്ച് പറയുന്നുണ്ട്. ഒന്ന് പേര് പറ. രാജി. എവിടെയാണ് സ്ഥലം? എവിടെയാണ് സ്ഥലം? കോഴിക്കോട്. എവിടെ വർക്ക് ചെയ്യുന്നു? ഡിഫൻസിൽ. ഞാൻ പോണേ കുറച്ച് ദൂരം നിൽക്കണം. ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ദൂരത്തോട്ട് മാറി നിൽക്കാം. കുറെ വർഷമായോ ഡിഫൻസിൽ? അതെയോ? 30 വർഷമായില്ലോ. 30 വർഷമായി. ചർമ്മം കണ്ട പ്രായം തോന്നില്ല. അപ്പം ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുമ്പം ശരിക്കും എവിടെയാണ് ശരിക്കും ഓഫീസ് ഇതൊക്കെ വരുന്നത്? നമ്മുടെ പയ്യാമ്പ്ര സൈഡ് അവിടെയാണോ? എവിടെയാണ്? ഭരണശ്ശേരിയാണ്. ഇത് ശരിക്കും അത് നമ്മുടെ മിലിറ്ററി ലെവൽ തന്നെയല്ലേ വരുന്നത് അല്ലേ? പേരുന്നു കീർത്തന. എവിടെ സ്ഥലം? എവിടെയാണ്? പയ്യന്നൂരിൽ എവിടെയാണ്? കുഞ്ഞിമംഗലം. ഓക്കെ, കുഞ്ഞിമംഗലം നമ്മുടെ തെയ്യം അല്ലേ? അതെ. നിങ്ങളെ പേരെന്തായിരുന്നു? അതല്ലേ. എവിടെ സ്ഥലം? എവിടെയാണ്? കണ്ണൂർ. എവിടെയാണ്? എല്ലാം കൂടെ ഞാൻ കുറച്ച് മാറി നിൽക്കേണ്ടി വരുമോ? ഓക്കെ. ഈ ഡിഫൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിക്കും ഇന്ത്യൻ ഡിഫൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്താ? ഇന്ത്യൻ ഡിഫൻസ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളത്, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വേറൊരു സംഭവമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 10 വർഷത്തിന് ആയിട്ട് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളത് വേറൊരു രാജ്യത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമാണോ നിങ്ങൾക്കൊക്കെ സുരക്ഷിതമായിട്ട്? തീർച്ചയായിട്ടും 100% അതിനെ ഞങ്ങൾ എന്നും അംഗീകരിക്കുന്നു. നിങ്ങൾ എന്നും റെസ്പെക്ട് ചെയ്യുന്നു. 100% റെസ്പെക്ട് ചെയ്യുന്നു. അത് ശരിക്കും ഇപ്പം നിങ്ങൾ വേറൊരു രാജ്യത്തിൻ്റെ നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം നിങ്ങൾ വേറെ രാജ്യത്തിൻ്റെ ഒരു ഡിഫൻസിൻ്റെ ഒരു ഇത് കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ, നിങ്ങളുടെ എന്നല്ല നമ്മുടെ സ്വന്തം ഒരു ഇന്ത്യയുടെ ഇത് കാണുന്നു. ശരിക്കും ഇന്ത്യയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, അതിന് നമ്മൾക്ക് കിട്ടുന്ന ഒരു മുന്നോട്ടുള്ളൊരു ഫ്രീഡം, അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാനൊരു ആർമി പേഴ്സന്റെ വൈഫാണ്. ഇവരും ആർമി പേഴ്സന്റെ വൈഫ്. അപ്പം എന്റെ അച്ഛനും എക്സ് സർവീസ് ആണ്. അപ്പം എന്താ പറയണ്ടേ, നമ്മളെല്ലാരും അതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും ഇതിലേക്ക് വന്ന്. അതെ, ഇപ്പൊ എന്താണ് അറിയില്ല, എല്ലാരും അങ്ങനെ ഫാമിലി പരമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഡിഫൻസിലേക്കാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ സിവിലുണ്ടാവുന്ന യൂണിഫോം പോസ്റ്റിലാണ്. അപ്പം നിങ്ങൾ ചോദിച്ചത് എന്നാലും ശരിക്കും ഒരു അഭിമാനം തോന്നാറില്ലേ? ശരിക്കും അത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു 100% അഭിമാനം തോന്നുന്നത് തീർച്ചയായിട്ടും അല്ലേ? ഒരു ഡിഫൻസ് പേഴ്സൺസ് ആണ് 3 പേരും. ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് അതിലെ അതിന്റെ 100% നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഒരു ഡിഫൻസിലുള്ള 3 പേരാണ്. ഇവര് മാത്രമല്ല, ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഡിഫൻസ് ലെവലിലുള്ളവരാണ്. പാരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് എല്ലാവരും ആ ഒരു ലെവൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരുപാട്. നിങ്ങളൊരു 2-3 ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യോ? ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ? KSRTC ഇപ്പം പുതിയ പ്രിയദർശിനി ബസ്സിനെ കുറിച്ച് ചേച്ചി ഒന്നും പറഞ്ഞില്ല. KSRTC ബസ്സിനെ കുറിച്ച് എന്താണ്? പുതിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്നത് ലേഡീസ്, അതായത് തീരെ എന്താ പറയുക, ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ ഇതിന് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതെ, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇത് തന്നെയാണ് അല്ലേ? അത് ജസ്റ്റ് ഒരു ഏജ് ലിമിറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു സാലറി ലിമിറ്റ്, അതൊരു ഒരു പാസ് പോലെ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ബെനിഫിറ്റബിൾ ആവുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ജെൻസിനാണെങ്കിലും ഒരു 60+ അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ? അതൊരു അല്ല, നിങ്ങളെ എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയാണല്ലോ. ഞാൻ ചോദിച്ചത്, ഈ പ്രിയദർശിനി പോലെ തന്നെ ഈ ഒരു ഫ്രീ ട്രാവലിംഗ് അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണെന്നറിയോ? ഇന്ത്യയിലാണ്. ചെന്നൈ അല്ല, തമിഴ്നാടല്ല. തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. കർണാടകയിലും ഉണ്ട്. അതുകൊണ്ട് അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ എനിക്ക് തോന്നുന്നു 2024 തോന്നുന്നു. അതിനു മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയില്ല. കുഴപ്പമില്ല. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, സിം യൂസ് ചെയ്യുന്നില്ല? മൊബൈൽ സിം ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? ഏത് സിം? ഏതാണ്? ജിയോ, BSNL. ഈ സിമ്മിന്റെ ഫുൾ ഫോം എന്താന്ന് പറയാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിം മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല.
ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് ഒരു ഇതും കൂടെ തരാം. സബ്സ്ക്രൈബർ ഫസ്റ്റ്. സബ്സ്ക്രൈബർ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണോ? വേറെ ലെവലിൽ ചോദിക്കാം. സെറ്റാണോ? നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കാം. ആരാ അറിയാൻ പറ്റാം? കണ്ണട വെക്കേണ്ടി വരും. വെച്ചോ കുഴപ്പമില്ല, വെച്ചോ. ഇവിടെ കളിച്ചോടും. നമ്മളെ ഫുട്ബോളായിട്ട് അത്ര റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നല്ല സീരിയൽ നടിയാണെങ്കിൽ പറഞ്ഞതേനെ അറിയില്ല. ഓക്കെ, വീണ്ടും കാണാം. നിങ്ങൾ ഡിഫൻസിലുള്ള ഇങ്ങനത്തെ ഒരു ടീമിനെ കാണാൻ കിട്ടുന്നതിൻ്റെ വലിയൊരു സന്തോഷം. കോളേജിൽ AKG. അപ്പോൾ ഡിഫൻസിൽ നിങ്ങൾ 2 പേരാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് അല്ലേ? ഓക്കെ. അപ്പം 3 പേരെയും കണ്ടല്ലേ, എന്ത് വന്നാലും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ലേ? ഒരുപാട് സന്തോഷം. എനിവേ ബൈ, വീണ്ടും കാണാം. അപ്പം നമുക്ക് അടുത്ത 2 വൈബ്രൻ്റ് ആയിട്ടുള്ള 2 ടീമിനെ കണ്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് പേര് പറ, മോളുടെ പേര് പറ. ദിയ, മോളെന്താ പഠിക്കുന്നുണ്ടോ? +1. എവിടെ പഠിക്കുന്നത്? പുഴാതിയിൽ. ഓക്കെ, മാഡം എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താ പേരെന്തായിരുന്നു? ഷൈജ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വേറെ ആരൊക്കെയാണ് ഉള്ളത്? അനിയൻ എന്താ പഠിക്കുന്നുണ്ടോ? എത്ര പഠിക്കുന്നത്? 8. അനിയനായിട്ട് അടി കൂടാറുണ്ട്? അത് വരട്ടെ, അത് ആദ്യം കേൾക്കട്ടെ. സത്യം പറ. ഇന്ന് അല്ലേ അമ്മ ഒന്ന് പറ, ഇന്ന് രാവിലെ കൂടെ അടി കൂടിയിട്ടില്ല? ഒന്ന് അടി കുറവാ. നല്ല കമ്പനിയാണെന്നാ? നല്ല കമ്പനിയല്ല, എന്നാലും അനിയന് ഭയങ്കര സ്നേഹ. ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിക്ക് സ്നേഹമില്ലെന്നാ? ചേച്ചിക്ക് സ്നേഹമില്ല. ഓക്കെ. അപ്പം നമ്മള് ഇപ്പം ഈ എങ്ങനെയാ വന്നത്? ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? 2 വീലറിലാണോ വന്നത്? ഈ ഫുട്ബോളൊക്കെ കാണുന്നുണ്ടോ? ഇഷ്ടപ്പെട്ട ആളാരാണ്? ടീം ഏതാണ്? ആദ്യം പറ. അത് എന്നോട് ടീം ഏതാ? അർജന്റീന. ഒരാളുടെ പേര് പറഞ്ഞേ. മെസ്സി. വേറെ ആളുടെ പേര് പറഞ്ഞേ. അറിയത്തില്ലല്ലേ? അമ്മയുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? ഞാൻ കളിയിൽ അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഇവര് കാണുമ്പോ ഇങ്ങനെ വെറുതെ നോക്കുന്നേ. ഓക്കെ. ഇപ്പം ഇപ്രാവശ്യം ആരാ ജയിക്കുക? എന്നാലും പറ, ഒന്ന് നോക്കാലോ. മെസ്സി ഇഷ്ടപ്പെട്ട ആളാണ്, അർജന്റീനയുടെ പ്രിയപ്പെട്ട ടീമാണ്. അപ്പൊ ആരാ ജയിക്കുക? അതൊന്ന് പറ. അർജന്റീന ജയിക്കുവോ? അർജന്റീന ജയിക്കണം ആഗ്രഹം. അത് പറയുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഈ വേൾഡ് കപ്പ് ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? കുഞ്ഞു ക്വസ്റ്റ്യൻസ് പറയോ? ഓക്കെ, ഈ വേൾഡ് കപ്പ് എപ്പോഴാണ് ആരംഭിച്ചെന്നറിയാം? സ്റ്റാർട്ട് ചെയ്ത് ഫിഫ വേൾഡ് കപ്പ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തെന്നറിയാം? സ്റ്റാർട്ട് ചെയ്ത് ഉറുഗ്വേയിലാണ്. അത് ഏത് വർഷമാണെന്നറിയാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു ക്ലൂ തരാം. 1950ക്കും 90ക്കും ഇടയ്ക്കാണ് അല്ലേ? ഒരു ക്ലൂവും കൂടെ തരാം. നോക്ക്. മെസ്സിന്റെ വൈഫിന്റെ പേരറിയോ? ഓക്കെ, കുഴപ്പമില്ല. ഒരു രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഈ സാമിനാമിന വക്ക പാട്ട് കിട്ടണം. ആരാ പാടിയത്? അതും അറിയില്ലേ? ഓക്കെ, കുഴപ്പമില്ല. അത് ഏത് വർഷമാണ്? ഒരു ഫിഫ വേൾഡ് കപ്പ് സോങ് ആയിരുന്നത്. അത് ഏത് വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാന്ന് പലതും ട്രൈ ചെയ്യ്. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിങ് വരട്ടെ. ഇത് അർജന്റീനയുടെ മെസ്സിയുടെ സ്വന്തം ആളാണ്, എന്നിട്ടാണ് ഒരു ചെറിയൊരു മടി. പറഞ്ഞോ, ഏത് ടീമാണ്? പറ, എപ്പോഴാണ്, ഏത് വർഷമാണ്? നോക്ക്. ഓക്കെ, എനിവേ എന്താണ്, പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? എന്തോ കാര്യമായിട്ട് എന്തൊക്കെയോ എടുക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഓഫറുകളെ കുറിച്ച് അറിഞ്ഞായിരുന്നോ? ഇവിടെ നമ്മുടെ പൊതുവേ ഒരുപാട് ഓഫറുകളുണ്ട്. ഗ്രീൻസിൽ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഓഫറുകളായിരിക്കുമല്ലോ. അപ്പം ഒരുപാട് ഓഫറുകളുണ്ട്. നമ്മുടെ ബുധനാഴ്ചയും ശനിയാഴ്ചയും വെജിറ്റബിൾസിന് അൻപിച്ച ഓഫറുണ്ട്. അതുപോലെ നമ്മുടെ റൈസിനൊക്കെ ഇല്ലേ, റൈസിന് നമ്മുടെ നെക്സ്റ്റ് മന്ത് അല്ല, ഈ മാസം തന്നെ, ഇത് ജൂലൈ ആണല്ലോ, ഈ മാസം 1 to 10 നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. അതറിഞ്ഞായിരുന്നോ? ഇല്ല? അന്വേഷിക്കൂ. നമുക്ക് അല്ലേ, നല്ല ഓഫറാണ്. വേറെ ഒരു ഷോപ്പിലും കൊടുക്കാൻ പറ്റാത്ത, കാരണം പൊതുവേ ഗ്രീൻസ് എപ്പോഴും കൊടുക്കുന്ന ഓഫറുകൾ ബാക്കി ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഹൈ ലെവൽ ഓഫറുകളാണ്.
അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തോ, ബാക്കി ഉള്ള പർച്ചേസിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തോ. ഓക്കെ, വീണ്ടും കാണാം. ബൈ. അർജന്റീനയുടെ രണ്ടാമത്തെ കളിക്കാരൻ്റെ പേരും കൂടെ പഠിക്കണം. ഇനി ബൈ, കാണാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പച്ചക്കറി സെക്ഷനിലാണ്. പച്ചക്കറി സെക്ഷനിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. വേറൊന്നല്ല, ബുധനും ശനിയും ഓഫറുകളുടെ മഹാമഹാണ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ പച്ചക്കറി സെക്ഷനിൽ. ഓക്കെ, ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചിന്തിക്കണം കേട്ടോ. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ റൈസ് മേള നടക്കുന്നുണ്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ. അത് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. അത്രയും നല്ല ഓഫറാണ് അരികൾക്ക് ഇവിടെ നൽകുന്നത്. അപ്പം നമ്മൾ രണ്ടുപേരും ഒന്ന് നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇങ്ങോട്ട് വരുമോ? എത്താ, ഒന്നും വേണം. ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഒന്ന് പേരെന്ന് പറയും. എന്റെ പേര് ഷെഫീഖ്. കാപ്പാടാണ് വീട്. എവിടെ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്? സീലിന്റെ വർക്ക്. സീലൊക്കെ ഉണ്ട്, റബ്ബർ സീലൊക്കെ ഉണ്ട്. ഓക്കെ, ഒഫീഷ്യൽ സീലൊക്കെ ചെയ്യുന്ന വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, കുറെ വർഷമായി ഇങ്ങനെ ഇത് ചെയ്യുന്നു? ഇല്ല, മുന്നേ അക്കൗണ്ട് തന്നെ. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഈ വർക്കാണ്. അക്കൗണ്ടിങ്ങിൽ നിന്ന് വിട്ടിട്ട് ഇതിലൊക്കെ അപ്പം അതിന്റെ അല്ല, ഒരു ചെറിയ അസുഖമൊക്കെ വന്നപ്പോ അങ്ങനെ തൽക്കാലത്തേക്ക് ചേഞ്ച് ആയതാണ്. ഓക്കെ. മാഡം വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? ഇപ്പം ചെയ്യുന്നില്ല. മുന്നേ വർക്ക് ചെയ്ത് ട്രാവൽ ഏജൻസിയിലെ ഓഫീസ് സ്റ്റാഫ്. അതെ, എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു, കണ്ണാടിപ്പറമ്പിലായിരുന്നു. ഒന്ന് പേരൊന്ന് പറയാം. പേര് പറ. ഉമൈബ. മോൻ ഓടിപ്പോയി തോന്നല്ലേ? മോനെ ഇങ്ങോട്ട് തകർത്തായിരിക്കണ്ടിരുന്നത്. അപ്പം ചെറിയൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഗ്രീൻസിൽ ഈ പച്ചക്കറി സെക്ഷനിൽ വെച്ചാണ് നിങ്ങളെ പരിചയപ്പെട്ടത്. ഈ ഇവിടെ ഇന്ന് ബുധനാഴ്ച തന്നെ വരുമ്പം അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ, അതെന്താണ് ഇന്ന് ഇവിടെ? ഇല്ല, എല്ലാ ദിവസവും ഇവിടെ വേറെ എവിടെയും പോകണ്ടല്ലോ. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ 1 കിലോ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ 3 സാധനം കംപ്ലൈന്റ് സാധനമായിരിക്കും. ഇവിടെ വന്നാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. 100% വിശ്വസിക്കാവുന്ന സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, വേൾഡ് കപ്പ് ഒക്കെ കാണുന്നുണ്ടോ? അതെ, കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട ടീം ഏതാ? അത് പറഞ്ഞു. ഇഷ്ടപ്പെട്ട ടീം ഫ്രാൻസ് ആണ്. നേരത്തിന്റെ കാണാറൊന്നുമില്ല. മോനെവിടെ? മോനെയും കൂടെ ചോദിക്കണമായിരുന്നല്ലേ, അവൻ നേരത്തിന് ഓടിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഈ വർഷം ആര് കപ്പ് കൊണ്ടുപോകും? ഫ്രാൻസ് തന്നെ കൊണ്ടുപോകും, ഉറപ്പാണോ? എന്നാലും 2-3 നെയ്മറും എംബാപ്പയും മെസ്സിയും എല്ലാരും ഉണ്ട്. എന്നാലും എന്തായാലും എംബാപ്പെ കുറച്ചുകൂടി മികച്ചതായിട്ട് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. എന്നാലും കൊണ്ടുപോകുന്ന ഫ്രാൻസ് തന്നെ. ഫ്രാൻസ് കപ്പ് അടിക്കാനാ ചാൻസ് കൂടുതൽ. ഓക്കെ. ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കാം. അത് ജസ്റ്റ് നമ്മുടെ ഒരു കളിക്കാരന്റെ വൈഫാണ്. നമ്മുടെ വേൾഡ് കപ്പിൽ ഇതാകുന്നേ. ഒന്ന് പേരൊന്ന് പറയാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സിമ്പിൾ ആണ്. ഒരു പേരൊന്ന് ജസ്റ്റ് ഒന്ന്. ക്രിസ്ത്യനോയുടെ അല്ല, പേരൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യാം. ഒരു ക്ലൂവും കൂടെ കൊടുക്കാം അല്ലേ? ഒന്ന് ജസ്റ്റ് മെസ്സിയുടെ വൈഫാണ്. ഒന്ന് പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മെസ്സിനെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മെസ്സിന്റെ കാര്യമൊന്നും എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ നമ്മുടെ ശരിക്കും ഈ അടുത്ത കാലത്തൊക്കെ ഒരു ഫിഫ വേൾഡ് കപ്പ് സോങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെന്നൊരു സോങ് ഉണ്ട്. ഏതാ? തീർച്ചയായിട്ടും അത് തന്നെയല്ല, എല്ലാവരുടെ മനസ്സിൽ ഓടിയെന്നൊരു സോങ് അത് തന്നെയാണ്. ഷാക്കിറ പാടിയത്. അത് ഏത് വർഷമാണ് പാടിയെന്ന് പറഞ്ഞിട്ട്? അത് കഴിഞ്ഞതിന്റെ അപ്പുറത്തെ വേൾഡ് കപ്പില്. വർഷം കുറെ കഴിഞ്ഞു പോയി, വയസ്സൊക്കെ കുറച്ചായി. എന്നാലും ഒന്ന് പറ, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. കുറച്ചായി. അതെ, കഴിഞ്ഞതിന്റെ അപ്പുറത്തെ വേൾഡ് കപ്പിലല്ലേ? അല്ലല്ല, അതിന്റെ അപ്പുറം ഇരിക്കുന്നത് ഒരു 8 വർഷമല്ലേ? 12. ഏതൊരു വർഷം ഒന്ന് ഗസ്സി 2 ഗസ്സി നമുക്ക് നോക്കാം. അല്ല 2012. 2012 നമുക്ക് വേൾഡ് കപ്പ് ഇല്ല. 2018. അതിനൊക്കെ ഒരുപാട് മുമ്പാ. 2014. ഇതിപ്പോ ഞാൻ ഓരോന്നിനും ഞാൻ ഇതാക്കേണ്ടി വരുമോ? ഇല്ല, സത്യത്തില് ഓർക്കുന്നില്ല. ശരിക്കും പാട്ട് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും അല്ലേ, നമ്മളത് ജസ്റ്റ് അല്ലേ ഇത്രയും ഇന്നും ഷാക്കിറ ശരിക്കും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ മൈൻഡിൽ വരുന്നത് അല്ലേ ആ ഒരു സോങ്ങിന്റെ പുറത്ത് തന്നെയാണ്. എനിവേ, വീണ്ടും കാണാം. കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒന്ന് പേരൊന്ന് പറയാമോ? എന്റെ പേര് നിതിൻ. എന്താ വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂർ. ICICI. ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ തന്നെയാണ്.
എങ്ങനെയുണ്ട് ബാങ്കിങ് ഒക്കെ ഇപ്പം ഓൺലൈൻ ബാങ്കിങ് ഇതൊക്കെ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ബാങ്കിങ് സിസ്റ്റം ഒക്കെ? ബാങ്കിങ് സിസ്റ്റം ഓൺലൈൻ വന്നതോടുകൂടി കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വർക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിന്നുള്ളൂ. ഇപ്പൊ ശരിക്കും ക്യാഷ് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATM അല്ലെങ്കിൽ നമ്മുടെ ഇത് വെച്ചിട്ട് ക്യാഷ് എടുക്കുക അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മളെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഇതുണ്ടോ? ഇപ്പം ഫുൾ ഓൺലൈൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രിഫർ ചെയ്യുന്നത് എന്താണ് ശരിക്കും? ആൾക്കാർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഓഫ്ലൈൻ ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോഴും ഫുൾ അങ്ങോട്ട് ആൾക്കാർ മാറിയിട്ടില്ല. അത് ശരിക്കും കുറച്ച് ഏജ് ആയവരാണോ അത് കൂടുതൽ ചൂസ് ചെയ്യുന്നത്? ഏജ് ആയവരാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശരിക്കും കംഫർട്ട് ആണോ അത് ശരിക്കും എന്താണ് കംഫർട്ട് ആയിട്ടുള്ളത്? ഞാൻ ഓപ്പറേഷൻസിലല്ല, ഞാൻ ക്യാഷുമായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല. ഓക്കെ, എങ്കിലും കംഫർട്ടബിൾ ആണ്. അത് ഓൺലൈൻ ഇത് കുറെ ബാങ്കിങ് ആയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വന്നതോടുകൂടി കുറച്ച് ഫ്രീ ആയി. ചെക്ക് അത് ഇത് പേപ്പർ വർക്ക് അതൊക്കെ കുറെ ഫ്രീ ആയി. അതായത് കസ്റ്റമറായിട്ടുള്ള ഡയറക്റ്റ് ഇത് കുറെ കുറഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മുടെ വർക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഞങ്ങള് 2-3 ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഫിഫ വേൾഡ് കപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട്. ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? എന്റെ അർജന്റീന. ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഇതാരെന്നറിയാം? ഇത് മെസ്സിയുടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം. മെസ്സിയുടെ വൈഫാണ്. അത് അല്ലേ? അത് ആൻസർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പേരും കൂടെ പറയാനൊന്ന് ശ്രമിക്കാൻ പറ്റുമോ? പേര് എനിക്ക് അറിയായിരുന്നു. ഞാൻ കറക്റ്റ് ആന്റോലിനോ റോക്കുസോ അല്ലേ? ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് തന്നെ. ഫസ്റ്റ് ആൻസർ തന്നെ ഞെട്ടിച്ചോട്ടോ. കുറേ ആളുകൾ ശ്രമിച്ചിരുന്നു, കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം രണ്ടാമത് ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. ഈ നമ്മുടെ ഒരു വേൾഡ് കപ്പ് സോങ് എപ്പോഴും വൈറലാവാറുണ്ട് ഇല്ലേ? വൈറലാവാറുണ്ട്. ശരിക്കും ഈ അടുത്ത കാലത്ത് ഏറ്റവും വൈറലായ ഒരു സോങ് ഏതാണ്? ആ സോങ് ആണോ? അതേതാ വർഷം? അതെ, സാമിനാമിന വക്ക വക്ക. അതേതാ വർഷം ഒരു ഓർമ്മയുണ്ട്? അത് എൻ്റെ ഒരു ശരിയാണെങ്കിൽ 2010 ആണെന്ന് തോന്നുന്നു. എന്നിട്ടാണോ വരാൻ ആദ്യം അവിടെ നിന്ന് മടിച്ചത്? ഒരു കൈ തന്നേ. ഓക്കെ, 2 ആൻസറും വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ സ്വന്തം പേര് മറന്നുപോയി, നിതിൻ ബ്രോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിതിൻ ബ്രോയ്ക്ക് ഗ്രീൻ സൈബർ മാർക്ക് തരുന്ന നല്ലൊരു അടിപൊളി സമ്മാനമുണ്ട്. ഓക്കെ, പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്ന് ഗ്രീൻ സൈബർ മാർക്കിന്റെ ഒരു അടിപൊളി സമ്മാനം. ഹാപ്പി ആയോ? ഇവിടെ തന്നെയാണോ സ്റ്റേ? സ്ഥലം ഇവിടെ തന്നെയാണോ ശരിക്കും വരുന്നത്? കൊട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലം. കൊട്ടിയൂർ അറിയാലോ. കൊട്ടിയൂർ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഇല്ല ശരിക്കും. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കണം. കൊട്ടിയൂർ ശരിക്കും ഇപ്രാവശ്യം കർണാടകക്കാരിലും വന്നിട്ട് ശരിക്കും ബുദ്ധിമുട്ടായോ? അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇങ്ങനെ കൊട്ടിയൂര് കഴിഞ്ഞ വർഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഈ വർഷം കുറച്ചധികം കർണാടകക്കാരുണ്ടായിരുന്നു. അവരെ കുറിച്ച് ഇങ്ങനെ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല. അവരെ കുറിച്ച് കേൾക്കുന്നത് എന്താന്ന് വെച്ചാൽ അവര് കുറച്ച് ഹൈജീനിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതായത് മലയാളികളെക്കാളും കൂടുതൽ അവര് ഡ്രസ്സൊക്കെ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടിട്ടുണ്ടായിരുന്നല്ലേ. എനിവേ, നമുക്ക് അടുത്ത വർഷങ്ങൾ അത് ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കാം. എനിവേ, ഏതായാലും കണ്ടതിൽ സന്തോഷം. കണ്ടതിൽ നല്ലൊരു സന്തോഷത്തോടെ തന്നെയല്ലേ പോകുന്നത്? ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പോൾ ഓക്കെ, തിങ്ക് ആൻഡ് വിൻ ഇന്നത്തെ ദിവസവും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, വീണ്ടും കാണാം. ബൈ ബൈ. ബിനിൽ ഗോപിനാഥ്, തിങ്ക് ആൻഡ് വിൻ, കണ്ണൂർ വിഷൻ.